ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കർ ഉപയോഗിച്ച് കേരള സ്റ്റൈൽ മട്ടൻ കറിയാണ്. അതിനാവശ്യമായ ചേരുവകൾ: മട്ടൻ 3/4 കിലോ, സവാള 3 വലുത് ചോപ്പ് ചെയ്തത്, തക്കാളി വലിയ ഒരെണ്ണം ചോപ്പ് ചെയ്തത്, പച്ചമുളക് 3, പട്ട 3 ഇഞ്ച് നീളമുള്ള ഒരു പീസ്, ഗ്രാമ്പു 6, ഏലക്ക 6, കുരുമുളക് 1/2 ടീസ്പൂൺ, വലിയ ജീരകം 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 ടീസ്പൂൺ, ഇഞ്ചി ഒരു മീഡിയം പീസ്, വെളുത്തുള്ളി 7, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/2 ഗ്ലാസ്, കറിവേപ്പില. ഇനി നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാം. ചൂടായ കുക്കറിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർക്കുക. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് സവാള ട്രാൻസ്പെറന്റ് ആവുന്ന വരെ ഇളക്കേണ്ടതാണ്. സവാള ട്രാൻസ്പെറന്റ് ആയതിനു ശേഷം അതിലേക്ക് പച്ചമുളക്, തക്കാളി ഇവയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി മാഷ് ആയതിനു ശേഷം ഇവയെല്ലാം കൂടി സൈഡിലേക്ക് മാറ്റി നടുക്ക് ഭാഗത്തായിട്ട് ഓൾ സ്പൈസസും പൊടികളും ചേർക്കാം. അതായത് ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം തുടങ്ങിയവ വറുത്തു പൊടിച്ച് ചേർക്കുക. പിന്നീട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മസാലയുടെ പച്ചക്കുത്ത് പോകുന്നവരെ ഇളക്കേണ്ടതാണ്. ഇപ്പോൾ പൊടികളുടെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മട്ടൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലകളെല്ലാം മട്ടനുമായി പിടിക്കുന്നത് വരെ ഇളക്കേണ്ടതാണ്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർക്കുക. ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 2 വിസിൽ വരുന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. പ്രഷർ എല്ലാം പോയതിനു ശേഷം കുക്കർ തുറക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ പ്രഷർ കുക്കർ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.